പോകാം. എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് സമരം ചെയ്ത വൈദികർക്കെതിരെ പോലീസ് നടപടി. 21 വൈദികരെ സെന്റ് മേരീസ് ബസേലിക്കയിൽ കയറി ബലമായി നീക്കം ചെയ്തു. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു നടപടി. വിവിധ വിഭാഗം പള്ളിക്കകത്ത് തുടരുകയാണ്. സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സൈഫുനീസ അലിയ സ്ഥലത്ത് നിന്നും തത്സമയം റിപ്പോർട്ട് ചെയ്യും. സൈഫുനീസ, വെരി ഗുഡ് മോർണിംഗ്. സൈഫുനീസ, ഇന്നലെയും നമ്മൾ കണ്ടു ബിഷപ്പ് ഹൗസിൽ നടന്ന പ്രതിഷേധം. ഇന്നും അതിന്റെ തുടർച്ചയാണോ കണ്ടത്? ഇന്ന് പോലീസ് നടപടിയിലേക്ക് കടന്നോ കാര്യങ്ങൾ? തീർച്ചയായും അരുൺകുമാർ, പോലീസ് നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് പുലർച്ചയോടുകൂടിയാണ്. കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ വൈദികർ 21 വൈദികർ പ്രാർത്ഥനാ സമരം നടത്തുകയായിരുന്നു. ഈ അവിടെയുള്ള ബിൽഡിങ്ങിൽ വെച്ചാണ്, പള്ളിയോട് ചേർന്നുള്ള ബിൽഡിങ്ങിൽ വെച്ചാണ് പ്രാർത്ഥനാ സമരം നടത്തിയിരുന്നത്. ഇതിനുശേഷം ഇത് പള്ളി കയ്യേറി സമരം നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി പോലീസ് എത്തി ഒരു നടപടിയിലേക്ക് നീങ്ങിയത്. ഇപ്പോൾ ഈ വൈദികർ തന്നെ പ്രതികരിക്കും. ഞങ്ങളിവിടെ കൊണ്ടുവന്നതാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി സമാധാനമായിട്ട് കടന്നുറങ്ങുന്നു. യാതൊരു തരത്തിലും ഈ ദിവസങ്ങളിൽ വന്നിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനപരമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് സമാധാനപരമായിട്ട് ഞങ്ങൾ കിടന്നുറങ്ങിയ സമയത്താണ് ഞങ്ങളെ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് മുമ്പ് ഞങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു. നമുക്കറിയാം, ഉറങ്ങുമ്പോൾ പലരും ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ടാണ് ഞങ്ങൾ ഉറങ്ങുന്നത്. ഞങ്ങളെ കുത്തി എഴുന്നേൽപ്പിച്ച് ഞങ്ങളുടെ വസ്ത്രം പോലും മാറാനായിട്ട് അനുവദിക്കാതെ മാറുന്നതിൻ്റെ വീഡിയോ ഉൾപ്പെടെ ഈ പോലീസുകാർ ക്യാമറ ഉൾപ്പെടെ കൊണ്ടുവന്ന് അവർ വീഡിയോ എടുക്കുമായിരുന്നു. ഞങ്ങളുടെ ഇത് ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചപ്പോൾ ഞങ്ങളുടെ മൊബൈൽ പിടിച്ചു വാങ്ങിച്ചു. പലരെയും അച്ഛന്മാർ ഉപദ്രവിച്ചു. 80 വയസ്സുള്ള അച്ഛന്മാർ ഉൾപ്പെടെ ഇതിലുണ്ട്. പലരെയും ആക്രമിച്ചു. ഞങ്ങളെ പലരെയും തൂക്കിയെടുത്ത് കൊണ്ടുവന്ന് ഈ നൈപുണ്യയുടെ ഗേറ്റിൻ്റെ അവിടേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ ആദ്യം കൊണ്ടുവന്നവരാണ്. ഞങ്ങൾ എതിർത്തു. പക്ഷേ ഭീഷണിപ്പെടുത്തിയും മറ്റു തരത്തിലും ഞങ്ങളിവിടെ കൊണ്ടുവന്നതാണ്. തൂക്കിപ്പിടിച്ചും കാണാവുന്ന രീതിയിൽ അവിടെ കൊണ്ടുവന്നതിന് ശേഷം ഈ ഗേറ്റ് പൂട്ടിക്കിടന്നതുകൊണ്ട് അവർക്ക് ഞങ്ങളെ പുറത്തിറക്കാൻ പറ്റിയില്ല. തിരിച്ച് ഞങ്ങളെ ഈ ബസിലിക്ക പള്ളിയുടെ ഗേറ്റിൽ അവിടേക്ക് കൊണ്ടുവന്നു. അവരൊരു താക്കോലില്ലാത്തതുകൊണ്ട് എവിടെന്നോ കിട്ടിയ ചുറ്റിക ഉപയോഗിച്ച് അവർ കൊണ്ടുവന്നതാണോ കയ്യിൽ വെച്ചതാണെന്ന് അറിയില്ല. കൊണ്ടുവന്നത് ആ ചുറ്റിക ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് തല്ലിപ്പൊളിച്ചത്. ഞങ്ങൾ ഇവിടേക്ക് വന്ന സമയത്ത് അരമനയിലേക്ക് വന്നപ്പോൾ യാതൊരു തരത്തിലും ഗേറ്റോ മറ്റു കാര്യങ്ങളോ തല്ലിപ്പൊളിക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷേ പോലീസുകാർ മാരകായുധങ്ങളുമായി കൊണ്ടുവന്ന് ആക്രമിക്കുക. അതോടൊപ്പം ഞങ്ങളുടെ അച്ഛന്മാരുടെ കയ്യിലുള്ള വിലപ്പെട്ട ഫോണുകൾ അവർ കരസ്ഥമാക്കി. ഞങ്ങൾ ചോദ്യം ചെയ്യേണ്ട വെളിച്ചത്തിലാണ് പിന്നീട് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താണ് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞങ്ങൾ എഴുന്നേറ്റ് കണ്ണും തിരുമ്മി എഴുന്നേക്കുന്ന സമയത്താണ് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവരുടെ കയ്യിൽ പ്രത്യേകിച്ച് ഓർഡറുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങളുടെ പല അച്ഛന്മാരെയും അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് നീക്കിയത്. പോലീസ് മർദ്ദിച്ചിരുന്നു. ഞങ്ങളുടെ രാജൻ എന്ന് പറഞ്ഞ് പുന്നക്കലച്ഛൻ, അച്ഛൻ്റെ വലതുകാരം പിടിച്ചു ഞെരിച്ച് ഇപ്പോൾ ഭയങ്കര നീരായിട്ട് കൈ പൊക്കാൻ പറ്റാതിരിക്കുകയാണ്. ഒടിവോ പൊട്ടോ ഉണ്ടാവുന്ന ഉറപ്പാണ്. പല പ്രാവശ്യം ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യണേ? നിങ്ങൾക്ക് വല്ല കടലാസും ഉണ്ടോ? എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും, നിങ്ങൾ പറയെങ്കിലും ചെയ്യും. മാത്രമല്ല, രാജനച്ഛനെ പിടിച്ച് വലിച്ചുകൊണ്ടുവരുന്ന വഴിക്ക് ഈ കൈ തിരിച്ച് ഒടിക്കാൻ ശ്രമിച്ചത് മാത്രമല്ല, അച്ഛനെ ഒരു പോലീസുകാരൻ പറഞ്ഞു അച്ഛനെ വലിച്ചടിച്ചു കൊണ്ടുപോടാ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ ഈ ഷോൾഡർ, അച്ഛൻ നേരത്തെ പത്രപ്രവർത്തകരെ കാണിച്ചായിരുന്നു, അതിൻ്റെ ഈ ഷോൾഡർ മുഴുവൻ പോറിക്കിടക്കുകയാണ്. പള്ളി കയ്യേറി ഒരു പ്രതിഷേധം നടത്തുന്നു എന്നാണ് ഈ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പരാതി കൊടുത്തിരിക്കുന്നത്. എൻ്റെ അഡ്രസ്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ പെർമനൻ്റ് അഡ്രസ്സ്, എൻ്റെ പേര് ജെറി പോൾ ഞാളിയത്ത് എന്നാണ്. എൻ്റെ പെർമനൻ്റ് അഡ്രസ്സ് ആർച്ച് ബിഷപ്സ് ഹൗസ്, PB നമ്പർ 2550, ബ്രോഡ്വേ, ഷൺമുഖം റോഡ്, എറണാകുളം, കേരള. അതാണ് ഈ പറയുന്ന ഹൗസ്. ഞാൻ ആ ഹൗസിലായിരുന്നു. എൻ്റെ അവിടെ നിന്ന് ഇനി ഞങ്ങളെ മാറ്റണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കോടതിയുടെ ഒരു ഓർഡർ ഞങ്ങൾ കാണിച്ചു തരണം. ഇത് മത പോലീസ് പോലെയാണ് ഒരു വർക്ക് ചെയ്യുന്നത്. അവിടെ ഇരിക്കുന്ന ഏതോ ഒരു അച്ഛൻ്റെ ഒരു കത്തും കാണിച്ചുകൊണ്ട്, ആ കത്ത് ഞങ്ങൾ കാണിച്ചു തന്നിട്ടില്ല. അവസാനം ഞങ്ങൾ ചോദിച്ചപ്പോൾ ഒരു കത്ത് കാണിച്ചു. ഒരു കത്ത്, ആ കത്തിന് എന്ത് വരാനുള്ളത്? ആ കത്തനുസരിച്ചാണ് കേരള പോലീസ് വർക്ക്. അതുകൊണ്ട് ഇത് കേരള പോലീസാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇത് മത പോലീസാണ്. ഇപ്പോൾ ബസിലിക്ക പള്ളി അടച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതിന് പിന്നാലെ. ഇപ്പോൾ ഒരു പ്രാർത്ഥനാ സമരവുമായി മുന്നോട്ട് പോകാൻ എന്തൊരു കാരണം? ഞങ്ങൾ പറഞ്ഞ കാര്യം, ഞങ്ങൾ വിദ്യാഭ്യാസമുള്ള അവർക്ക് അറസ്റ്റ് ചെയ്യാം. ഞങ്ങൾക്കൊരു വിരോധമില്ല. അറസ്റ്റ് ചെയ്ത് മാന്യമായിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുക, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുക, റിമാൻഡ് ചെയ്യുക, കോടതി കൊണ്ടുപോകുക, റിമാൻഡ് ചെയ്യുക, ജയിലിൽ. അതിനൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങളവരോട് പറഞ്ഞതാണ്. അത് ചെയ്യാതെ ഞങ്ങൾ അവിടെ നിന്ന് വലിച്ചിറക്കി ഇവിടെ കൊണ്ടുവന്നിടാനായിട്ട്
അവർക്ക് എന്ത് അവകാശമാണുള്ളത്, എന്ത് അവകാശമാണുള്ളത്? പുലർച്ചെ 5 മണിക്ക് കയറി ഒരു പോലീസ് നടപടി ഉണ്ടാകേണ്ട സാഹചര്യം എന്തായിരുന്നു? ഒരു സാഹചര്യം, ഞങ്ങൾ കിടന്ന് ഉറങ്ങുന്ന മനുഷ്യരാണ്, ഉറങ്ങുന്ന അച്ഛന്മാരാണ്. ഞങ്ങൾക്ക് എതിരെ ഞങ്ങൾ അവിടെ കയറി ഏതെങ്കിലും അച്ഛന്മാർക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ പോലീസിനെ വിളിച്ചു വരുത്തി എന്തെങ്കിലും ചെയ്യുന്നത് മനസ്സിലാക്കാം. ഞങ്ങൾ അവിടെ ശാന്തമായി കിടന്ന് ഉറങ്ങിയിരുന്ന ആളുകളെ ഈ പുലർച്ചെ സമയത്ത് വന്ന് വളരെ അക്രമാസക്തമായ രീതിയിൽ, ഞങ്ങളൊന്നും ഇത് കണ്ടിട്ടില്ല, വളരെ പിടിച്ച് എന്നെയൊക്കെ ഇങ്ങനെ 2 കൈയിലും കാലുമൊക്കെ പിടിച്ച് വലിച്ചാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിലത്തിടുമ്പോൾ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ അസഭ്യ വർഷങ്ങൾ. പോലീസ് ഇങ്ങനെ ഈ അസഭ്യ വർഷം നടത്താൻ പോലീസിന് അവകാശം കൊടുത്താരോ? അത്രയ്ക്കും നീചമായ രീതിയിൽ, മോശമായ രീതിയിൽ ഈ അച്ഛന്മാർ. അങ്ങോട്ടുള്ള നിങ്ങളുടെ നീക്കം എന്താണ്? ഇപ്പൊ ഈ രീതിയിൽ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒന്നുകിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തണം. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും. ഞങ്ങൾ എന്തെങ്കിലും ക്രിമിനൽ ഒരു ട്രസ്പാസ് അല്ലെങ്കിൽ ഒരു നിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യട്ടെ. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്കറിയാൻ പാടില്ല, അതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഈ പോലീസ് ഇപ്പോൾ പുറത്ത് തുടരുകയാണ്, നിങ്ങൾ പള്ളിക്കകത്ത് തന്നെ നിൽക്കുമെന്നുള്ളതാണോ? പള്ളിക്കകത്ത് ഞങ്ങൾ എവിടെ കൊണ്ടുവന്നിട്ടോ, അവിടെ ഞങ്ങൾ നിൽക്കും. ഞങ്ങളെ പോലീസിന് നിർബന്ധിച്ച് ഞങ്ങളെ അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾ റെഡി. ഞങ്ങൾ പോലീസ് ACP ജയകുമാറിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു. ACP ജയകുമാർ ഇതിനു മുമ്പും ഈ മത നേതാക്കന്മാർ, ഈ മത പോലീസ് പോലെ അവർക്ക് വേണ്ടി നീചമായ രീതിയിൽ പെരുമാറുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇന്നും അത് ചെയ്തു. ഇനി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന ഉദ്ദേശമില്ല. ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് അവർക്ക് പോലീസ് സ്റ്റേഷനിൽ റിമാൻഡ് എന്തുവേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തുടരും. ഇവിടെ തുടരാനുള്ളൊരു തീരുമാനമാണ്. അറസ്റ്റ് ചെയ്ത് നീക്കിയാലല്ലാതെ ഇവിടെ നിന്ന് മാറില്ല എന്നുള്ളത് നമുക്കറിയാം. ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ കാണാം, കനത്ത പോലീസ് സുരക്ഷയാണ് ഇവിടെ ഉള്ളത്. ഒപ്പം തന്നെ ഈ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസ്, കാര്യാലയമായി പ്രവർത്തിക്കുന്ന പള്ളിയുടെ അടുത്തുള്ള ബിൽഡിങ്ങിലും അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ കാര്യാലയത്തിലും പോലീസിന്റെ ശക്തമായ പോലീസ് സുരക്ഷയാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ഭാഗത്ത് ഈ വിമത വിഭാഗവും മറ്റു വിശ്വാസികളടക്കമുള്ളവരെല്ലാം തന്നെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. ഒരു സംഘർഷ സമാനമായ സാഹചര്യം നിലവിലുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അരുൺകുമാർ. കാരണം ഇന്ന് പുലർച്ചെ 5 മണിയോട് കൂടിയാണ്, അത് പോലീസും വിശദീകരിക്കേണ്ടി വരും, പുലർച്ചെ എന്തിനെങ്ങനെ ഒരു നടപടി ഉണ്ടായി എന്നുള്ളത്. നമുക്ക് മൊബൈൽ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ വൈദികർ പലരും അവർ ഉറങ്ങുന്ന വേഷത്തിലായിരുന്നു, ഒരു സമര മുഖത്തായിരുന്നില്ല ആ സമയത്ത്. പക്ഷേ പള്ളി കയ്യേറിയത് കൊണ്ടുള്ള ഒരു പോലീസ് നടപടിയായിരുന്നോ, അതല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് പുലർച്ചെ ഒരു നടപടി ഉണ്ടായത് എന്ന് പോലീസും വിശദീകരിക്കേണ്ടി വരും. നിലവിൽ ഈ ബസിലിക്ക പള്ളി, ഈ സിറോ മലബാർ സഭയിലെ കുർബാന തർക്ക വിഷയങ്ങളെ തുടർന്ന് സ്ഥിരമായി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഇത് പള്ളിക്ക് അകത്തൊരു ഏറ്റുമുട്ടൽ ഉണ്ടായ സാഹചര്യത്തെ തുടർന്ന് പള്ളി അടച്ചിട്ടിരിക്കുകയാണ്. ഇതിനകത്തൊരു രീതിയിലുള്ള കുർബാനയും നടത്തുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ 3 ദിവസത്തെ പ്രാർത്ഥനാ സമരവുമായി വിമത വിഭാഗം വൈദികർ, 21 വൈദികർ ഇവിടെ പ്രാർത്ഥനാ സമരവുമായി എത്തിയത്. ഇതിന് പിന്നാലെയാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പോലീസ് നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഈ പോലീസുകാർ ബലമായി പുറത്തേക്ക് കൊണ്ടുവന്ന വൈദികരിൽ ഒരാൾ ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കൈക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്കിവിടെ ഗേറ്റ് പൂട്ടിക്കിടക്കുകയാണ്. അകത്ത് പോലീസുണ്ട്, പുറത്തും പോലീസുണ്ട്. അതുകൊണ്ട് തന്നെ ഗേറ്റ് പൂട്ടിയേക്കുന്നത് കൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാൻ കഴിയുന്നില്ല. എങ്കിലും നമുക്ക് അവരുടെ അടക്കം പ്രതികരണം ഇനി തേടേണ്ടതുണ്ട്. നിലവിൽ ആ വൈദികരാണ് അവിടെ കിടക്കുന്നത്, പ്രായമായ വൈദികരടക്കമാണ് അവിടെ കിടക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വൈദികർക്കെതിരെ പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നു. 21 വൈദികരെയാണ് സെന്റ് മേരീസ് ബസേലിക്കയിൽ കയറി ബലമായി നീക്കം ചെയ്തത്. അവർ പോലീസിനെതിരെ പറയുന്നത് പോലീസ് തങ്ങളെ മർദ്ദിക്കാൻ ശ്രമിച്ചു, ബലപ്രയോഗം നടത്തി, തങ്ങൾ വൈദിക വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് തന്നെ പിടിച്ച് പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചയോടെയായിരുന്നു നടപടി. വിമത വിഭാഗം പള്ളിക്കകത്ത് തന്നെ തുടരുകയാണ്. അവർ ഇപ്പോൾ 21 പേരും അവിടെയുണ്ട്. കുറച്ചുപേരെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ ഇപ്പോൾ പള്ളിക്ക് പുറത്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെയും സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായിരുന്നു. സേഫ് ന്യൂസ് അലിയാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.